നാട്ടിൽ കൂടെ നടക്കുന്ന പിരിവുകൾ പല തരത്തിലുള്ളതാണ്. ഓരോ പിരിവ് പിരിക്കാനും പല വിധത്തിലുള്ള ആളുകളുണ്ട്. ഫണ്ട് ശേഖരണത്തിനായി ചേട്ടനാൽ കഴിയുന്ന സഹായം. അങ്ങനെ ഈ പിരിവെന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തുകാണ്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോവാലോ എന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയാലോ. വണ്ടി മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ പുറകുന്നൊരു വിളി, പോകാൻ വരട്ടെ. ഒരു പദ്ധതി ഉണ്ട്, കിഫ്ബി എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതിക്ക് ചെറിയൊരു സഹായം വേണം. കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്കുന്നു വികസനത്തിന്. അതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. നാഷണൽ ഹൈവേ കൂടെ ഇങ്ങനെ പോയാൽ ടോൾ ഫീ, അവിടുന്ന് നേരെ സ്റ്റേറ്റ് ഹൈവേക്ക് ഇങ്ങോട്ട് ചാടിയാൽ യൂസർ ഫീ. ഇനി ഇടവയിലും കൂടെ ഉള്ളൂ പിരിവ് വരാൻ ബാക്കിയുള്ളൂ. ഈ കിഫ്ബിയുടെ റോഡിന്റെ പേരിൽ ടോൾ പിരിക്കാനുള്ള ആ നീക്കത്തെ ഞങ്ങൾ ശക്തിയായി തടയും. റോട്ടുമ്മ തടയാനും ആളായി, പിരിക്കാനും ആളായി. കിഫ്ബി വഴി ഫണ്ട് മുടക്കി വൻ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. അത്തരം ചില വികസന പദ്ധതികളിലൂടെ വരുമാനമാർജിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തീരുമാനമെടുത്തിട്ടുള്ളതാണ്. ഈ ഇടത്തെ സൈഡിലുള്ള ഒരു പിരിവിന് വേണ്ടി റെസീറ്റ് അടിച്ചു. എടോ, നമ്മൾ ഭരണകക്ഷിയാ, നമുക്ക് എവിടെയും കയറാം. പോയതും കുട്ടി, നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ട്, അവിടെ ചെന്ന് നോക്കൂ. ജെയിംസ് പോയി കേട്ടിരുന്നു. സംഭാവനക്കാരിൽ നിന്നും ഒരുത്തനെ ഒളിച്ചോടാൻ അനുവദിച്ചുകൂടാ. അപ്പൊ ഇനി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകണമെങ്കിൽ കയ്യിൽ എന്തിനൊക്കെ ഉള്ള പൈസ കരുതണം. കേരളം പോലെ ജനസാന്ദ്രതയുള്ള ഒരു സ്റ്റേറ്റില് ഒരു റോട്ടിൽ നിന്ന് മറ്റേ റോട്ടൊക്കെ തിരിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഇറങ്ങി ടോള് കൊടുക്കലല്ലാതെ പോണ്ടാതൊക്കെ അതിനേക്കാളും നല്ലത്. നിക്കും കുഞ്ഞാപ്പാ, നിങ്ങളിത് വലിയൊരു ഇഷ്യൂ ആക്കണ്ട. അല്ല, ഇത് എന്തിനാ നിർത്തിവെക്കേണ്ട കാര്യം? അത് നടക്കില്ലേ, നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ആ പ്രക്രിയ മുന്നോട്ടേക്ക് പോകുമ്പോൾ തന്നെ ആവശ്യമായ ചർച്ച, ഇവിടെയൊക്കെ ആരൊക്കെ വേണോ അവരൊക്കെ ചർച്ച നടത്തിയിട്ട് പോകും. പ്രക്രിയ എന്ന് പറഞ്ഞാൽ പിരിവല്ലേ, അത് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? ഇതൊരു വെള്ളാനയാണെന്നും ഇത് സംസ്ഥാനത്തിന് ഗുണമല്ല ദോഷമാണ് ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. അന്ന് ഞങ്ങളെ പരിഹസിച്ച ആളുകൾ ഇപ്പം അതിന് മറുപടി പറയണം. ഈ ആക്ഷേപങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. അവ കേരളത്തിന്റെ വികസന മുന്നേറ്റത്തെ തകർക്കുന്നതിനുള്ള കുൽസിത നീക്കങ്ങൾ മാത്രമാണ്. അതാണ് റോഡാന്തരം ടോള് കൊടുക്കാൻ പറ്റാത്തവരെ പിന്തിരിപ്പൻ ശക്തികളായിട്ട് കമ്മിറ്റിക്കാർ കണക്കാക്കും. നികുതി പണം ചെലവാക്കിയിട്ടാണ് കിഫ്ബിയുടെ വർക്ക് നടക്കുന്നത്. ആ വർക്കിന് വീണ്ടും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടോൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞത് എന്ത് ന്യായീകരണമാണ്? ഇത് തുടങ്ങിയ സമയത്ത് ഇതൊന്നും അല്ല പറഞ്ഞത്. കാശില്ലെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങണം, അല്ലെ പലിശ കിടക്കണം, കാര്യം നടക്കട്ടെ, ഇങ്ങനെ പറഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പൊ നാട്ടുകാർ തന്നെ കടം വീട്ടേണ്ട അവസ്ഥയാണ്. അതെ, അങ്ങനെയായിരുന്നു അത് വിഭാവന ചെയ്തത്. അപ്പൊ ന്യായീകരണത്തിന് തീരുമാനം എടുത്തോ? ന്യായീകരണം തുടങ്ങാൻ സമയമായോ? തീരുമാനം വരുന്നത് എല്ലാവരും LDF എന്ന രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു പോവുക. വികസനം വരണമെങ്കിൽ വികസനം ആവശ്യമുള്ളവർ തന്നെ പൈസ ഇറക്കണം. പോണ വഴി കൂടെ ഒക്കെ പിരിക്കാൻ ഇറങ്ങിയാൽ ജനങ്ങൾ പോവാൻ വേണ്ടിയിട്ട് വേറെ വഴി കാണോ അതോ പിരിവ് തടയാനുള്ള വഴി കാണോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.